ഇത് ദൗലതാബാദ് കോട്ട അല്ലെങ്കിൽ ദേവഗിരി കോട്ട. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലെ ഒരു പട്ടണമാണ് ദൗലതാബാദ്. നീണ്ട കാലഘട്ടങ്ങളിൽ യാതൊരുവിധ കേടുപാടുകളും കൂടാതെ വളരെ കാലം അതിജീവിച്ച കോട്ട എന്ന നിലയിൽ ഇത് വളരെ പ്രശസ്തമാണ്. ഔറംഗാബാദ് സിറ്റിയിൽ നിന്നും ഏകദേശം 16.5 കിലോമീറ്റർ അകലെയാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 14ാം നൂറ്റാണ്ടിൽ ഡൽഹിയിലെ മുസ്ലിം സുൽത്താന്മാരുടെ ഭരണത്തിന് കീഴിലാകുന്നതുവരെ ഈ നഗരം ഹിന്ദു യാദവ വംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. പിന്നീട് ഡൽഹി ബഹ്മനി സുൽത്താനേറ്റ്, അഹമ്മദ് നഗർ എന്നിവയുടെ കീഴിലും പിന്നീട് മുഗളന്മാരുടെ തലസ്ഥാനമായി മാറി. എന്നിങ്ങനെയൊക്കെയാണ് ഈ കോട്ടയെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു ചരിത്രം കൂടിയുണ്ട്. 1328 നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് മാറ്റി. അതോടൊപ്പം തന്നെ ഈ കോട്ട ദേവഗിരി എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ പുനർനാമകരണം ചെയ്തിട്ട് ദൗലതാബാദ് എന്നാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായത് ഒരു ഭരണകേന്ദ്രമായി നിലനിന്നു പോകാൻ വേണ്ടത്ര ജലം ഇവിടെ ലഭിക്കില്ലെന്നും കടുത്ത വരൾച്ചയും അനുഭവപ്പെട്ടു. അതിനാൽ തന്നെ തിരിച്ച് പിന്നെയും ഡൽഹിയിലേക്ക് തൻ്റെ തലസ്ഥാനം മാറ്റുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മാഡ് കിങ് എന്നൊരു പേരും കൂടി വന്നു. നമ്മളങ്ങനെ ആ ചവിട്ടുപടിയൊക്കെ കയറി നേരെ എത്തുന്നത് ഒരു മനോഹരമായ ഒരു കുളം എന്നൊക്കെ പറയുന്ന ഒരു ജലസംഭരണിയിലേക്ക്. പിന്നെയും സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോവാണ്. അവിടെ എത്തുമ്പോൾ അടുത്ത ഒരു ശത്രുവിൽ നിന്ന് കോട്ടയം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണത് കിടങ്ങ്. ആദ്യകാലങ്ങളിൽ അതിമനോഹരമായൊരു അമ്പലമാവത് പിന്നീട് നിരന്തരമായി വരുന്ന ഭരണമാറ്റം മൂലം ഉപേക്ഷിക്കപ്പെടുന്നു. ഈ ഒരു ഭാഗത്തിന് ഡാർക്ക് പാസേജ് എന്നാണ് പറയുന്നത്. അതായത് തീരെ വെളിച്ചില്ല, നമ്മൾ ടോർച്ച് അടിച്ചിട്ട് വേണം അത് കൂടെ പോകാൻ. ശത്രുവിനെ അതായത് പരാജയപ്പെടുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതുപോലെ തന്നെ ചെറിയൊരു ഈർപ്പം, അതായത് വഴുക്കി വീഴാവുന്ന തരത്തിലൊരു ഈർപ്പം കൂടി ഇവിടെ ഉണ്ട്. ഇതൊക്കെ അന്നത്തെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഈ കോട്ടയിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാവാം. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നമ്മൾ ചെറിയൊരു ഇടനാഴി അല്ലെങ്കിൽ ഒരു പാസേജ് പോലത്തെ ഒരു വഴിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത് പിന്നീടിട്ട് നമ്മളൊരു ഓപ്പണിലേക്ക് എത്തുന്നത്. അതായത് ഈ ഭാഗം ഷാജഹാൻ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അതായത് മന്ത്രിസഭ കൂടാനും അതിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭരണപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണിത്. ആദ്യത്തെ കോട്ടയിലെ നിർമ്മിച്ചതിന് ആദ്യത്തെ യാദവ വംശത്തിൻ്റെ രാജാവായിരുന്നു. പിന്നീട് എല്ലാ നിർമ്മിതികളും അഹമ്മദ് നഗർ സുൽത്താനേറ്റിൻ്റെ കീഴിലായിരുന്നു നടന്നിരുന്നത്. അതോടൊപ്പം തന്നെ ശത്രുവിനെയും അക്രമകാരികളെയും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വഴികളാണ് ഈ കോട്ടയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പാതയുടെ മധ്യഭാഗത്ത് ഒരു ഗുഹ നിർമ്മിച്ചു. അതുപോലെ തന്നെ 2 പേർക്ക് മാത്രം താങ്ങാൻ കഴിയുന്നൊരു പാലം നിർമ്മിച്ചു. ഇതെല്ലാം താണ്ടി മുകളിലേക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതെല്ലാം പിന്നിട്ട് നമ്മളൊരു വലിയൊരു ഓപ്പണിങ്ങിലേക്ക്, അതായത് ഒരു നടുമുറ്റം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓപ്പണിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ആവാൻ രാജാവ് ഭരണകാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തിരുന്നതും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. പിന്നെ അവിടെ നിന്നും പിന്നെയും സ്റ്റെപ്പ് മുകളിലേക്ക് പോയിക്കൊണ്ട് മുകളിലെത്തുമ്പോൾ അതിഗംഭീരമായൊരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് പിന്നെ കോട്ടയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് അകത്തേക്ക് ആകെ ഒരു എൻട്രൻസ് മാത്രമാണുള്ളത്. പിന്നെ വളഞ്ഞ ഭിത്തികൾ, അതുപോലെ തെറ്റായ വാതിലുകൾ, ഇതൊക്കെ ശത്രുവിനെ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു സ്കൈ വ്യൂ എന്നൊക്കെ പറഞ്ഞ പോലെ അതിഗംഭീരമായൊരു വ്യൂ ആണ് നമുക്ക് മുകളിലെത്തിക്കാൻ ലഭിക്കുന്നത്.